ശോ, ഈ അമ്മയെ കൊണ്ട് തോറ്റല്ലോ. ഇത് വല്ലാത്തൊരു കഷ്ടം തന്നെ. ഈ അമ്മയെ കൊണ്ട് തോറ്റല്ലോ. ശ്രീ, ഒന്നിങ്ങ് വന്നേ. നിങ്ങളുടെ അമ്മ ഇതാ വെള്ളത്തുണി കീറി വെള്ളത്തിൽ മുക്കി വെക്കണോ? നിങ്ങളുടെ അമ്മയ്ക്ക് ആരാണാവോ വെള്ളത്തുണിയിൽ കൂടോത്രം ചെയ്തത്? തുണി കീറുക, മുക്കുക, ഉണക്കുക, ഇത് തന്നെ ഒരു പരിപാടി. വയസ്സായ ഒരു ഭാഗത്ത് അടങ്ങിയിരിക്കണം, അല്ലെങ്കിൽ ചങ്ങലക്കിടണം. ഇത് എത്രന്ന് വെച്ചിട്ടാ സഹിക്കുക? ശ്രീ, ഒന്നിങ്ങ് വന്നേ. എന്താ സീതു ഇവിടെ ഒരു ബഹളം? കുറെ നേരമായല്ലോ. ശ്രീ, പണ്ടത്തെ പോലെയല്ല. അമ്മയ്ക്ക് ഒട്ടും തന്നെ ഓർമ്മയില്ല. എനിക്കെപ്പോഴും പുറകെ ഓടാൻ പറ്റില്ല. നമ്മുടെ കുഞ്ഞെൻ്റെ വയറ്റിലുണ്ടെന്ന കാര്യം ഓർമ്മ വേണം. ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാം, ഞാൻ വേണോ അതോ അമ്മ വേണോ എന്ന്. അമ്മയാണ് നിങ്ങളുടെ മറുപടിയെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ പോവും. എനിക്ക് എൻ്റെ കുഞ്ഞാ വലുത്. ഇനി ശ്രീക്ക് തീരുമാനിക്കാം. നിങ്ങൾ വല്ലതും കേൾക്കണുണ്ടോ? സീതു, ഞാൻ എന്താ ചെയ്യാ? നമ്മുടെ സുഖങ്ങൾക്ക് വേണ്ടി അമ്മയെ കളയാൻ പറ്റുമോ? നിനക്കറിയാലോ, എനിക്ക് 3 വയസ്സുള്ളപ്പോൾ അച്ഛൻ പോയതാണ്. അമ്മ വീണ്ടും ഒരു വിവാഹം കഴിക്കാതെ എനിക്ക് വേണ്ടി ജീവിച്ചതാണ്. ശ്രീ, നിർത്തുന്നുണ്ടോ ഈ പഴംപുരാണം? ഓ, കേട്ടു കേട്ടു മടുത്തു. ഞാൻ അമ്മയെ കളയാനൊന്നും പറഞ്ഞില്ലല്ലോ. നമുക്ക് അമ്മയെ വല്ല ഓൾഡ് ഏജ് ഹോമിലോ ആക്കാം. എന്ത്, വൃദ്ധസദനത്തിലോ? അതെ, വൃദ്ധസദനത്തിൽ തന്നെ. എന്താ, കേട്ടിട്ടില്ലേ? അവിടെയാവുമ്പോൾ നല്ല പൈസ കൊടുത്താൽ നല്ല കെയറും കിട്ടും. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പോയി കാണുകയും ചെയ്യാം. ശ്രീ, യു ഹാവ് ടു ടേക്ക് എ ഡിസിഷൻ. ഞാൻ വരാം. ശ്രീത, എന്ത് പോക്കാടത്? എത്ര നാളായിടാ കണ്ടിട്ട്. വീട്ടിലാകെ പ്രശ്നങ്ങളാണ്, നിനക്കറിയാലോ. ഒരുപാട് കാലത്തിന് ശേഷം എനിക്കൊരു കുഞ്ഞുണ്ടാവാൻ പോകുന്നത്. ഒരുപാട് ട്രീറ്റ്മെൻറ്റ് ഞാൻ. അതൊക്കെ എനിക്കറിയാലോ. ഇപ്പം എന്താ പ്രശ്നം? അമ്മയ്ക്ക് കൂടെ കൂടെ വയ്യാണ്ടാവുകയാണ്. സീതുവിനമ്മോട് ഒത്ത് പോകാൻ കഴിയുന്നില്ല. അമ്മയെ വൃദ്ധസദനത്തിലാക്കാനാണ് അവൾ പറയുന്നത്. എനിക്ക് എൻ്റെ കുഞ്ഞും വേണം, അമ്മയും വേണം. അതിലും നല്ലത് അമ്മയെ വീട്ടിൽ തന്നെ പരിചരിക്കാൻ ഒരാളാക്കിയാലോ? അതൊന്നും ശരിയാവില്ല. അമ്മയുടെ നില നാൾക്കുനാൾ വഷളാവുകയാണ്. എന്നാ ഇവിടെ അടുത്ത് ആലുവയിലൊന്നുണ്ട്. അവിടെ ആകുമ്പോൾ ഇവിടെ അടുത്ത് തന്നെയല്ലേ, വേഗം പോയി നോക്കും ചെയ്യാം. ആലുവയിലോ? അതെ അതെ, അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ അയച്ചുതരാം. എന്നാ ഒന്ന് അയച്ചോട്ടെ, എൻ്റെ വാട്സപ്പിലേക്ക് അയച്ചു. ശരി ശരി, എനിക്ക് പോകാൻ സമയമായി. ഓക്കെ, ശരി. സീതു, നീ അമ്മയുടെ ഡ്രസ്സെല്ലാം പാക്ക് ചെയ്തു. ഞാൻ ഇന്ന് ഓഫീസിൽ പോകുന്നില്ല. അമ്മയെ വൃദ്ധസദനത്തിലാക്കാൻ തീരുമാനിച്ചു. ഓക്കെ, ഇപ്പോൾ വരാം. സീതു, അതാ വരുന്നു. വരൂ അമ്മേ. എന്നിട്ടാ മോനെ? പറയാം. ഓ, ആശ്വാസമായി.
ആ ആ അമ്മ മെല്ലെ 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 ഇറങ്ങി. ഇത് എവിടെയാ? ആ വരൂ, ഇരിക്കൂ. നമസ്കാരം. നമസ്കാരം. പേര്? കാർത്തിയാനി അമ്മ. കാർത്തിയായനി അമ്മ. വീട്ടുപേരെന്താ? ശ്രീനിലയം. ഫോൺ നമ്പർ? 9846 30 98 50. പിന്നെ എല്ലാ ഇൻസ്ട്രക്ഷൻസും ഇതിലുണ്ട്. എന്തെങ്കിലും ശരി, ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിക്കുമ്പോൾ പറഞ്ഞുതരാം. ഓക്കെ. പോയിട്ട് വരാം. ആ ശരി. പാമ്മേ, സൂക്ഷിച്ച്. മോനെ, അമ്മേ ഞാൻ പോയിട്ട് വരാം. നന്നായി നോക്കണം ഞങ്ങളൊക്കെ കേട്ടോ. ഇവിടെ ഉണ്ടല്ലോ, സമാധാനമായിട്ട് പോയിട്ട് വരൂ. ആ സീതു, ഇന്നല്ലേ അമ്മയെ കാണേണ്ട ദിവസം? ശ്രീ എനിക്ക് വയ്യ ശ്രീ, വല്ലാത്തൊരു അസ്വസ്ഥത. കുറേ ആയി പോയിട്ട്. ശ്രീ എനിക്ക് വയ്യ, വല്ലാത്ത വേദന. എന്താ, നല്ല പെയിൻ ഉണ്ടോ? ആ ഡേറ്റ് എടുത്തല്ലേ, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. ആ പതുക്കെ പതുക്കെ. ആ ഡോക്ടർ എങ്ങനെയുണ്ട്? പേടിക്കാനൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല, എല്ലാം നോർമലാണ്. ഓക്കെ. പേടിക്കാനൊന്നുമില്ല. പ്രത്യേകിച്ച് എന്തെങ്കിലും? നത്തിങ് ടു വെറി. മേഡം ഇപ്പോൾ വരും, ഇരുന്നോളൂ. BP കുറച്ച് കൂടുതലാണ്, ബാക്കിയെല്ലാം ഓക്കെ. പിന്നെ മേഡം പറഞ്ഞ ഈ ഇഞ്ചക്ഷൻ കൊടുത്തിട്ടുണ്ട്. പേടിക്കണ്ട കേട്ടോ, പേടിക്കണ്ട. ഹസ്ബൻഡിനെ ഒന്ന് വിളിച്ചോളൂ. സീതുവിന്റെ ഹസ്ബൻഡിനെ വിളിക്കണ്ട കേട്ടോ. കുഴപ്പമൊന്നുമില്ല, ഇന്നെന്നെ പ്രസവം ഉണ്ടാവും കേട്ടോ. സീതു കരയല്ലേ, എല്ലാം നമ്മുടെ കുഞ്ഞിന് വേണ്ടിയല്ലേ. ദൈവമേ, എൻ്റെ അമ്മയും ഇങ്ങനെ വേദന സഹിച്ചാണല്ലോ എന്നെയും പ്രസവിച്ചത്. ആ അമ്മയെ ഞാനിതാ വരുന്നു. ആരാ? ഞാൻ കാർത്തിയമ്മയുടെ മോനാണ്. കാർത്തിയാനമ്മയുടെ?
മോനാണ്. ദൈവമേ, കാർത്തിയാനിയമ്മ എൻ്റെ അമ്മയ്ക്ക് എന്തു പറ്റി? ക്ഷമിക്കണം. കാർത്തിയാനിയമ്മ കഴിഞ്ഞ മാസം കഴിഞ്ഞ മാസം നിങ്ങൾ തന്ന നമ്പറിൽ അറിയിക്കാൻ ഒരുപാട് ശ്രമിച്ചു, പക്ഷേ കിട്ടിയില്ല. പലരും ഇവിടെ വന്ന് പോകുമ്പോൾ നമ്പർ മാറ്റിത്തരാറാണ് പതിവ്. അതുപോലെയാണ് നിങ്ങളും എന്ന് കരുതി എല്ലാ ചടങ്ങുകളും ഞങ്ങൾ തന്നെ ചെയ്തു. അമ്മയുടെ ബാഗ് ഇതാ, ഇത് കൂടെ ഉണ്ടായിരുന്നൊരു കത്താണ്. മോനെ ശ്രീകുട്ട, അമ്മയുടെ വാവേ, ഇവിടെ അമ്മയ്ക്ക് സങ്കടമൊന്നുമില്ല കേട്ടോ. വാവ വരുമ്പോൾ ഉടുപ്പിക്കാനുള്ള തുണികൾ അമ്മ അലമാരയിൽ അലക്കി വെച്ചിട്ടുണ്ട്. സീതുവിനൊന്നും അറിയില്ല. മോൻ അതെടുത്തിട്ട് വേണം ആശുപത്രി പോവാൻ. വാവ വരുന്നതിന് മുമ്പ് നിങ്ങൾ അമ്മയെ കാണാൻ വരുമോ? പിന്നെ എന്റെ കഴുത്തില് മാല കൊടുത്തു വേണം കുഞ്ഞിന് മാല വാങ്ങാൻ. അമ്മയ്ക്ക് പോകാൻ സമയമായോന്നൊരു തോന്നൽ. അച്ഛൻ ഇടയ്ക്കിടെ അടുത്ത് വരുന്നതായി തോന്നുന്നു. മോൻ സങ്കടപ്പെടരുത്, മോളെ വേദനിപ്പിക്കരുത്. അവളൊരു പാവ. ഈ മഹാഭാവിയോട് പൊറുക്കമ്മേ. അമ്മയെ മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ. അമ്മേ, എന്ത് പാവിയാണമ്മേ ഞാൻ.